തിരുമുഖത്തെ സ്നേഹിക്കുന്ന, വചനത്തെ സ്നേഹിക്കുന്ന തിരുമുഖ ആരാധനയിലേക്ക് നമുക്ക് ഒരുമിച്ച് പ്രവേശിക്കാം. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 5-ാമത്തെ വാക്യം, 5-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം. ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചുവെന്നും അതിനാൽ എല്ലാവരും മരിച്ചുവെന്നും തങ്ങൾക്ക് ബോധ്യമുള്ളതിനാൽ ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങൾക്ക് ഉത്തേജനം നൽകുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹം ഉത്തേജനം നൽകുകയാണ്. മരണം വഴി സ്നേഹം പ്രകടിപ്പിച്ച ഈശോയുടെ സ്നേഹമാണ് ശിഷ്യന്മാർക്ക് ഉത്തേജനമായി മാറിയത്. ഈശോ പ്രകടിപ്പിച്ച കുരിശുമരണത്തിലെ സ്നേഹം. നമ്മുടെ ജീവിതത്തിലൊക്കെ ഈശോയുടെ സ്നേഹമാണോ ഉത്തേജനമായി നിൽക്കുന്നത്? ഈശോ നോക്കിക്കേ, നമ്മളോടിപ്പം സ്നേഹം പ്രകടിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഈ അപ്പത്തിൻ്റെ ഉള്ളിലേക്ക് ഈശോ കടന്നു വന്നു. വർഷങ്ങൾക്ക് മുമ്പ് വ്യക്തിയായി കടന്നു വന്ന ഈശോ ഇന്ന് അപ്പത്തിൻ്റെ രൂപത്തിൽ ഈശോ നമ്മുടെ അടുക്കിലേക്ക് വന്നിരിക്കുക. ഈശോ പ്രകടിപ്പിച്ച, നമ്മളോട് കാണിച്ച സ്നേഹത്തിൻ്റെ പ്രകടനമാണ് ഈ സ്നേഹം. ദിവ്യകാരുണ്യ ഈശോ, അതാണ് നമ്മുടെ ഉത്തേജനമായി മാറേണ്ടത്. ഉത്തേജനമായിട്ട് നമ്മൾ മാറേണ്ടത്. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ ജീവിതത്തിൽ പണം, സ്വത്ത്, വ്യക്തികൾ, സൗകര്യങ്ങൾ, സുഖങ്ങൾ, ഇതൊക്കെ നമ്മുടെ ഉത്തേജനമായി നമ്മൾ കണക്കാക്കി ജീവിക്കാനുള്ള ഉത്തേജനം. പക്ഷെ അതല്ല. ഈശോ പറയുകയാണ്, ഈശോയാണ് നിങ്ങളുടെ ഉത്തേജനം. ദിവ്യകാരുണ്യ ഈശോയാണ് നമ്മുടെ ഉത്തേജനം. ആ തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അതുകൊണ്ട് അനുദിനമുള്ള വിശുദ്ധ കുർബാന ഒഴിവാക്കാൻ പാടില്ല. വിശുദ്ധ കുർബാനയാണ് നമ്മുടെ ജീവിക്കാനുള്ള ഉത്തേജനമായി ഇരിക്കുന്നത്. ആ തിരിച്ചറിവ് ലഭിക്കുന്നതിന് വേണ്ടി ഒരു ഗാനത്തിൻ്റെ ഈരടിയോട് ചേർന്നുകൊണ്ട് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, സ്തുതി ആരാധന. ദൈവമേ, നിൻ പാദേ സർവമർപ്പിച്ചേകാം. സ്തുതി ആരാധന. കൺകുളിർക്കെ കാണാം, മനം തുറന്നേകാം. സ്തുതി ആരാധന. എല്ലാം അറിയും എൻ്റെ തമ്പുരാനേ. സ്തുതി ആരാധന. ആരാധന, ആരാധന, ആരാധന. സ്നേഹം നിറഞ്ഞവരെ, ഇന്നേ ദിവസം നമ്മൾ സ്നേഹിക്കുവാൻ തിരഞ്ഞെടുക്കുന്ന തിരുവചനം ഇതാണ്. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 15-ാമത്തെ വാക്യം. ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ, അതായത് നമ്മൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങളെ പ്രതി മരിക്കുകയും, അത് ഈശോ ഉയർക്കുകയും ചെയ്തതിനു വേണ്ടി, ഈശോയ്ക്ക് വേണ്ടി ജീവിക്കേണ്ടതിനാണ് അവിടുന്ന് എല്ലാവർക്കും വേണ്ടി മരിച്ചത്. വചനം ഇതാണ്: ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങളെ പ്രതി മരിക്കുകയും ഉയർക്കുകയും ചെയ്തതിനു വേണ്ടി ജീവിക്കേണ്ടതിനാണ് അവിടുന്ന് എല്ലാവർക്കും വേണ്ടി മരിച്ചത്. സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ ഇത്രയും നാളും നമ്മൾക്ക് വേണ്ടിയാണ് ജീവിച്ചത്. അങ്ങനെയല്ല. ഇന്നു മുതൽ ഇനിയും എന്നാണ് പറയുന്നത്. ഇനിയും നിങ്ങൾ ഇങ്ങനെയല്ല ജീവിക്കേണ്ടത്. ഇനി ജീവിക്കേണ്ടത് എങ്ങനെയാണ്? നമ്മൾക്ക് വേണ്ടി മരിച്ച് അത്രയും സ്നേഹം പ്രകടിപ്പിച്ച് സ്നേഹിക്കുന്ന വ്യക്തിയായ ഈശോയ്ക്ക് വേണ്ടിയാണ് ഇനി നാം ജീവിക്കേണ്ടത്. നാളെ രാവിലെ നമ്മൾ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പ്രവൃത്തി ഇതാണ്. നമ്മൾക്ക് വേണ്ടി ജീവിക്കാതെ ഒന്ന് ഈശോയ്ക്ക് വേണ്ടി ജീവിച്ച് ഒരു മിനിറ്റെങ്കിലും, ഒരു 5 മിനിറ്റെങ്കിലും, 1 മണിക്കൂറെങ്കിലും പൂർണ്ണമായും ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ ആദ്യം പരിശീലിക്കുക. അങ്ങനെ പടിയായിട്ട് ദിവസം മുഴുവനും ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുവാനുള്ള ഒരു ട്രെയിനിങ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആരംഭിക്കാം. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, ഇരുകരങ്ങളും ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ ഉത്തേജനം ദിവ്യകാരുണ്യ സ്നേഹമായിട്ട് മാറുവാൻ വേണ്ടി. നമ്മൾ ഇത്രയും നാളും നമുക്ക് വേണ്ടി ജീവിച്ചു. ഇനി നമുക്ക് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാം. ഓരോ മിനിറ്റും ഈശോയ്ക്ക് കൊടുക്കാം. ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമ